ഹലോ. ഷോപ്പ് ഓണേഴ്സായിട്ടുള്ള എല്ലാവർക്കുമുള്ള ആഗ്രഹമാണ് അവരുടെ ഷോപ്പിലെ സെയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സെയിൽ വർദ്ധിപ്പിക്കാൻ എന്താണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്? ഇന്നത്തെ കാലത്ത് പുതിയൊരു ഷോപ്പ് തുടങ്ങാതെ കൂടുതൽ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കാതെ എങ്ങനെയാണ് നമുക്ക് സെയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ അതേ സ്റ്റാഫ്, അതേ ഷോപ്പ്, എടുക്കുന്ന അതേ സ്റ്റോക്ക് വെച്ചുകൊണ്ട് തന്നെ വേറെ ലൊക്കേഷനിലോട്ടൊന്നും മാറാതെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സെയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പുതിയ വിഭാഗം കസ്റ്റമറെ കൊണ്ടുവരുമ്പോഴാണ്. പക്ഷേ ഈ ഷോപ്പ് നടത്തുന്ന പലർക്കും അറിയില്ല എന്ത് ചെയ്താലാണ് ശരിക്കും സെയിൽ കൂടാന്നുള്ളത്. ഷോപ്പിലേക്ക് ആൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് കുറേ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കുറച്ച് സെയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ആളെ കൊണ്ടുവരാനുള്ള കഴിവ് പലർക്കും ഇല്ല. കസ്റ്റമർ വന്ന അവരെ കൊണ്ടെടുപ്പിക്കാൻ നമുക്കറിയാം, പക്ഷേ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. ഇവിടെയാണ് റിയൽ മാർക്കറ്റിംഗ് സ്കില്ല് നിങ്ങൾക്ക് വേണ്ടത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് നിങ്ങൾ പഠിക്കണം. വളരെ എളുപ്പത്തിൽ ഇന്നതിൽ സാധിക്കും. നിങ്ങൾക്കൊന്നും വേണ്ട, വെബ്സൈറ്റ് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ വെബ്സൈറ്റൊക്കെ വേണമായിരുന്നു. ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ല, മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വാട്സപ്പ് ബിസിനസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓൺലൈൻ വഴി നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്തെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനായിട്ട് പറ്റും. ഇതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷോപ്പിൻ്റെ അകത്തുള്ള വാക്കിംഗ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണവും കൂട്ടാനായിട്ട് സാധിക്കും. പക്ഷേ എവിടെ എന്ത് ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കുറേ സെയിൽസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഒരുപാട് സെയിൽസ് ക്ലാസ്സൊക്കെ ടെക്നിക്കൊക്കെ പറഞ്ഞു തരുന്നത്. അതൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരുമെന്നാണ് അവരെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേയൊക്കെ ഒരു പോയിൻ്റ് അങ്ങ് കടന്നിട്ടുള്ള ബിസിനസ്സുകാർക്കാണ് അതെല്ലാം യൂസ്ഫുൾ ആവുള്ളൂ. വളരെ മൈക്രോ, ഒരു ചെറിയൊരു ഷോപ്പ് നടത്തുന്ന ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ചിടത്തോളം അതിൽ പറയുന്ന പല കാര്യങ്ങളും യൂസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല. കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അതൊക്കെയാണ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള എവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ബിസിനസ് വളരുന്നത്. രണ്ട് രീതിയിലാണ് സാധാരണ ഏത് ബിസിനസ്സും നമുക്ക് വളർത്താൻ സാധിക്കുന്നത്. ഒന്ന്, പുതിയ വിഭാഗം, ഇന്നവരെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആവാതെ നിങ്ങളറിയാത്ത പുതിയ വിഭാഗം ആളുകൾ കസ്റ്റമറായിട്ട് നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങണം ഷോപ്പിൻ്റെ അകത്ത്. ഇതൊരു ഓപ്ഷൻ. പിന്നെ നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ വിറ്റുകൊണ്ടും ആവാം, പക്ഷെ അതിന് പരിമിതിയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു ക്ലോത്തിങ് ഷോപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീഷർട്ട് വാങ്ങാൻ വരുന്ന ആളെ കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ആക്സസറി ആയിട്ടുള്ള ബെൽറ്റോ അല്ലെങ്കിൽ ജീൻസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുപ്പിക്കാം. പക്ഷെ എല്ലാവരെ കൊണ്ടും അത് സാധിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും എടുത്തോളണമെന്നില്ല. പിന്നെയുള്ള എളുപ്പമുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ന്യൂ ലീഡ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ഇവിടെയാണ് ശരിക്കും ആ ബിസിനസ്സിലൊരു വളർച്ച ഉണ്ടാകുന്നത്. അതല്ലാതെ നിങ്ങൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ ലോഗോയുടെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഇൻറ്റീരിയറിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയോണ്ടോ ചെറിയ എന്തെങ്കിലും ടൈനി ഡിഫറൻസ് ഉണ്ടായേക്കാം. പക്ഷേ വലിയൊരു മാറ്റം വരണമെങ്കിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വന്നേ മതിയാവും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ മാർക്കറ്റിംഗ് എന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും പല രീതിയിൽ. പക്ഷേ അത് പലരും പരീക്ഷിച്ച് നോക്കണില്ല. ഈ പുതിയ നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. കഴിഞ്ഞൊരു 2 വർഷം നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ കഴിഞ്ഞ 2 വർഷം നിങ്ങളുടെ ബിസിനസ് എങ്ങനെയായിരുന്നോ സമാനമായിട്ടുള്ള സ്ഥിതിയിൽ തന്നെയായിരിക്കും വരാനിരിക്കുന്ന 2 വർഷങ്ങളിലും അത് തന്നെ ഉണ്ടാവുള്ളൂ. പുതിയ പരീക്ഷണങ്ങൾ നടത്തുക. പരീക്ഷണങ്ങളെല്ലാം വിജയിച്ചോളണമെന്നില്ല. അതുകൊണ്ടാണല്ലോ അതിന് പരീക്ഷണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം റിപ്പീറ്റായിട്ട് ചെയ്യുന്നു. എൻഡ് റിസൾട്ട് എന്താണെന്ന് അറിയാത്തൊരു സംഗതിയാണ് പരീക്ഷണം എന്ന് പറഞ്ഞത്. സോഷ്യൽ മീഡിയ പരീക്ഷിക്കാത്തവർ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുക, സോഷ്യൽ മീഡിയ പരീക്ഷിച്ച് നോക്കുക, പ്രോപ്പറായിട്ട് ആഡ്സ് റൺ ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് നോക്കുക, ഓൺലൈൻ സെയിൽസ് ടെക്നിക്കുകളും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളൊരു ഷോപ്പ് ഓണറാണ്, സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഷോപ്പിലെ സെയിൽ വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് കേരളത്തിലെ ഷോപ്പ് ഓണേഴ്സിന് വേണ്ടി പ്രത്യേകമായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനമുള്ളൂ, അത് ഡിജി സെയിൽസ് ആണ്. ബാക്കിയുള്ള എല്ലാം തന്നെ എല്ലാ ബിസിനസ് ഓണേഴ്സിനും വേണ്ടിയിട്ടാണ്. അതിൽ സർവീസ് ബിസിനസ് നടത്തുന്നവരുണ്ടായിരിക്കും, വീട്ടിൽ വെച്ച് ബിസിനസ് നടത്തുന്നവരുണ്ടായിരിക്കും, പല ബിസിനസ്സുകളിലുള്ള എല്ലാ ബിസിനസ് ഓണേഴ്സിനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഷോപ്പ് ഓണേഴ്സിൻ്റെ പ്രോബ്ലം
സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രത്യേകമാണ് ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഷോപ്പ് ഓണേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സിന് ഇത് വർക്കൗട്ട് ആവുമെന്നുള്ള ചോദ്യം നിങ്ങളുടെ തലയിൽ വരേണ്ടതില്ല. തീർച്ചയായും, കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഷോപ്പുള്ള ഒരാൾക്കാണ് ഇന്ന് ഓൺലൈനിൽ ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ്, ഓൺലൈനിൽ ആർക്കെങ്കിലും എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഷോപ്പുള്ള ഒരാൾക്കാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, ഓൾറെഡി കസ്റ്റമറുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, എന്ത് വിലയ്ക്ക് അത് വിറ്റ് പോകുമെന്ന് അറിയാം, ഏത് കളറാണ് കൂടുതൽ സെല്ലായി പോണേന്ന് അറിയാം, അല്ലെങ്കിൽ ഏത് മോഡലാണ് ഏത് വലിപ്പത്തിലുള്ളതാണ് കൂടുതൽ പോണേന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിൽ ആ ഡാറ്റ കിടക്കുകയാണ്. ജസ്റ്റ് ഓൺലൈനിലേക്ക് എൻ്റർ ചെയ്താൽ മാത്രം മതി. എന്നാൽ അതേസമയം പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആൾക്ക് ഇതൊന്നും പറ്റില്ല. അവർക്ക് ഒരുപാട് ചലഞ്ചുകളുണ്ട്. ലൈസൻസുകൾ, പ്രൊഡക്റ്റ് കണ്ടെത്തണം, അതുപോലെ തന്നെ ചപ്പ് ചവർ ഒരുപാട് കാര്യങ്ങൾ. ആദ്യമായിട്ടാണ് അവർ ഒരു ബിസിനസ് തന്നെ ചെയ്യുന്നത്. ഈ വക ചാലഞ്ചുകളൊന്നും തന്നെ ഓൾറെഡി ഷോപ്പ് റൺ ചെയ്യുന്ന ഒരാൾക്കില്ല. ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. ഒരാഴ്ച 1.5 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ഒരിക്കലും മടിച്ചു നിൽക്കരുത്. നമ്മളൊരു പടി കടന്ന് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും വളർച്ച വരുന്നത്. പഴയ കാര്യങ്ങൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പഴയതുപോലെയൊക്കെ തന്നെ ബിസിനസ് പൂട്ടി പോകുന്നൊന്നുമല്ല ഞാൻ പറയണത്. അത് നിങ്ങൾക്കുള്ള നിലവിൽ കിട്ടുന്ന സെയിലൊക്കെ കിട്ടി അത് അങ്ങനെ തന്നെ അങ്ങനെ പോകും. പക്ഷേ ഒരു സ്റ്റേജിൽ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് കുറച്ചധികം സെയിൽ, ഒരു 25% എക്സ്ട്രാ സെയിൽ നിങ്ങൾക്ക് മാസം നിലവിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വേണം. ഇത്തരത്തിലുള്ള ആളുകളാണ് പരീക്ഷണങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ഷോപ്പ് ഓണറാണ്, ബിസിനസ് വളർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.